afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, Good afternoon, ma'am. വായിച്ചു നോക്കിയായിരുന്നോ? ഫ്രണ്ട് ഓഫീസ് എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ ഫ്രണ്ട് ഓഫീസ് എടുത്തിടത്തോളം? മനസ്സിലായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അവർക്ക് നമ്മള് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് പഠനം നടത്തിയത് ഫ്രണ്ട് ഓഫീസിന്റെ ഫ്രണ്ട് ഓഫീസില് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് പാലിക്കേണ്ട അവർക്കുണ്ടായിരിക്കേണ്ട കുറച്ച് ഗുണങ്ങൾ, സ്കില്ലുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് CRM കുറിച്ചാണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ പേജ് നമ്പറൊക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം. വാട്ട് ഈസ് CRM എന്ന് പറയുമ്പോൾ CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിലാണല്ലോ നമ്മൾ കണ്ടായിരുന്നു. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പേഷ്യൻസ് ആയ കസ്റ്റമേഴ്സ് ചെന്നിട്ട് അവര് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് അല്ലെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ റിസപ്ഷനിസ്റ്റ് അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ റിസപ്ഷനിസ്റ്റ് ഈ ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവരവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ CRM എന്നത് എന്താണെന്ന് നോക്കാം. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇതില് എന്തായാലും നിങ്ങൾക്ക് വിസിബിൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കാണും അല്ലെ, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവുമല്ലേ, നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പൊ CRM എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. CRM എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, as the name indicated, CRM software is a system for managing relationship with the customer. അതായത് കസ്റ്റമറുമായിട്ട്, അതായത് പേഷ്യന്റുമായിട്ട് ആ മാനേജ്മെന്റിന്റെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് CRM എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള കസ്റ്റമറുമായിട്ട് അവിടുത്തെ മാനേജ്മെന്റ്, നമുക്കറിയാം ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് കാഴ്ചവെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് ഒരു CRM എന്ന് പറയുന്നത്. അതൊരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നോട്ട് ചെയ്യുക. CRM സ്റ്റാൻഡ്സ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? അപ്പൊ നമ്മള് ഹെൽത്ത് കെയറിലേക്ക് വരും അല്ലെ. ശുശ്രൂഷ രംഗത്ത് CRMന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് can manage a complete database on a patient that are recorded securely and cannot be accessed by third parties. അതായത് ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ഇൻഫോർമേഷൻസ് അല്ലെ, പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് എൻറ്റർ ചെയ്യുന്നത് ഈ CRM സോഫ്റ്റ്വെയർ വഴിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടിക്ക് കൊടുക്കാതെ സെക്യൂർ ആയിട്ട്, അതായത് സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് CRM ഉള്ളത് എന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് CRM എന്നുള്ളത്? CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. പേഷ്യൻസിന് അല്ലെ ആ ഒരു മാനേജ്മെന്റുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുവഴി കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം അതിൽ എൻറ്റർ ചെയ്യുകയും ചെയ്യും. അത് സെക്യൂർ ആയിട്ട് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ കാണുന്നില്ലേ? ഒരു മിനിറ്റ്.
ഓക്കെ, ഇപ്പൊ കാണാം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ നമ്മള് പറഞ്ഞു വന്നത് CRM-നെ കുറിച്ചിട്ടാണ്. CRM എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ട് നമുക്ക് അല്ലെ പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം അതിൽ എൻട്രി ചെയ്യുകയും ചെയ്യും. അത് സെക്യൂർ ആയിട്ട് തന്നെ അല്ലെ, മറ്റ് തേർഡ് പാർട്ടീസിന് കൊടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു രീതിയിൽ ഒരു സെക്യൂരിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത് അതിൽ കീപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നു. The next, furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. അതായത് നമ്മളിപ്പോ ഇതിൽ പറയാണ് ഏത് രീതിയിൽ നമുക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കാം. ഫസ്റ്റ് സെന്റൻസിൽ നിങ്ങൾ കാനോട്ട് ബി തേർഡ് പാർട്ടീസ് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. The CRM medical software can easily provide the information required to the patient through text, phone calls or email from anywhere at any time. നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാറ്? എപ്പോഴും നേരിട്ട് പോയിട്ട് തന്നെയാണോ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാറ്? ആണോ? ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട്? അല്ല, ചിലപ്പോഴൊക്കെ അതെ അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയിക്കാം അല്ലെ, നമ്പർ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഫോൺ കോൾ വഴി ബുക്കിംഗ് ഒക്കെ വഴി എടുക്കാറുണ്ട് അല്ലെ. ഇതുമാതിരി തന്നെ ഇതില് CRM-ൽ നേരിട്ട് നമ്മളുടെ ഇൻഫോർമേഷൻസ് അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെ, നമ്മളൊരു പേഷ്യന്റ് നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരികയാണ്. അപ്പൊ എന്താണ്, അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അവർക്ക് നമ്മളുടേതായ ഇൻഫോർമേഷൻ, നമുക്ക് തരേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. The CRM medical software can easily provide the information required to the patient. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഏത് രീതിയിലും, ഇപ്പൊ നമ്മൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് വരുന്നത് കൊണ്ട് ഏത് രീതിയിലും ഫോൺ കോൾ വഴിയോ ഇമെയിൽ വഴിയോ അവർക്ക് ഏത് സമയത്തും നമുക്ക് ഇൻഫോർമേഷൻസ് തരാൻ, പേഷ്യൻസിന് ഇൻഫോർമേഷൻസ് തരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വീണ്ടും പറയാണ്, furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. നമ്മൾക്കറിയാം ചില സമയങ്ങളിൽ അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഇത്തിരി കൂടി നല്ല ഒരു സൽപ്പേര് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇച്ചിരി കൂടി ഒരു മാർക്കറ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ചിലപ്പോൾ നമുക്കറിയാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള യുഗമാണ്. അപ്പൊ എന്താണ്, അവരുടെ ഫെസിലിറ്റീസ് ചിലപ്പോൾ ഇന്ന രീതിയിൽ നമ്മൾ അറിയിക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യത്തിൽ അവരുടെ നമ്പറും ഇമെയിലൊക്കെ വഴി നമുക്ക് അവരുടെ എന്താണ് ഇച്ചിരി കൂടി നല്ല ഒരു സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നത് കൃത്യമായിട്ട് പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കെയറുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് മാർക്കറ്റിംഗ് മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വികസനം അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് ഒരു പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സേവനങ്ങളും ഇവർക്ക് കൃത്യമായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Okay, then next വീണ്ടും പറയുന്നു, CRM in healthcare not only store patients' contact information, but it also gives a comprehensive overview of their medical history, appointments and prescriptions. അതായത് സാധാരണ രീതിയിൽ അല്ലെ, അവര് സാധാരണ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് അപ്പോയിന്റ്മെന്റുമായി വരുമ്പോഴും മെഡിക്കൽ ഹിസ്റ്ററീസും അതേമാതിരി തന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ അവിടെ എൻറ്റർ ചെയ്ത് പോകുന്നുണ്ടാകും. As well in a short, the availability of medical CRM helps the healthcare industry to offer instant service solutions and improve the overall performance of the hospitals. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, അതായത് പേഷ്യൻസ്, ഞാനിപ്പോ എപ്പോഴും കൺസിഡർ ചെയ്തത് എന്താണ്, പേഷ്യന്റ് എന്നുള്ള ലെവൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ വിങ്ങിലേക്ക് റിസപ്ഷന്റെ മുന്നിലേക്ക് കൊടുക്കുന്ന ഒരു പേഷ്യന്റ് എന്ന ലെവലിലാണ്. അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ അത് അനുസരിച്ച് തന്നെ അവർക്ക് കൃത്യമായിട്ട് എളുപ്പം തന്നെ അല്ലേ ഓരോ സൊല്യൂഷൻ, ഇങ്ങനെ ഡോക്ടറെ കാണാനായിട്ടോ അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ ടൈമോ അങ്ങനെ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു സൊല്യൂഷൻ അല്ലെ, അത് ഇൻസ്റ്റന്റ് സർവീസ്, ഇൻസ്റ്റന്റ് സേവനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് അവർക്ക് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ പെർഫോമൻസ്, ഹോസ്പിറ്റലിന്റെ ഓവറോൾ പെർഫോമൻസ് പേഷ്യൻസിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ആവശ്യം അനുസരിച്ച്, പേഷ്യന്റിന്റെ ആവശ്യം അനുസരിച്ചിട്ട് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം. ചിലപ്പോൾ ഡോക്ടറിനെ കാണാനായിരിക്കാം, ചിലപ്പോൾ സ്കാനിങ് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കാനായിരിക്കും, ചിലപ്പോൾ ലബോറട്ടറിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളായിരിക്കാം. അത് അവർക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ സൗകര്യം നമ്മളിൽ എത്തിച്ചു തരാനായിട്ട് സാധിക്കുമെന്നുള്ളത്.
ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. CRM എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ ഫുൾ ഫോം നോക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതായത് നമുക്ക് മുമ്പ് ഇനി 1-2 ക്ലാസ്സും കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇച്ചിരി സ്പീഡിൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പോകാം. എന്നാലും 2 ക്ലാസ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ CRM എന്താണെന്നും അതിന്റെ ഹെൽത്ത് കെയറിലെ CRMന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ സെക്യൂർ ആയിരിക്കും. പിന്നെ പറഞ്ഞു എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ പേഷ്യന്റിനെ കോൺടാക്ട് ചെയ്ത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. പിന്നെ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് കോംപ്രിഹെൻസീവ് സമഗ്രമായ വിശകലനം ആണ് ഉദ്ദേശിക്കുന്നത്. CRM in a healthcare not only store patients contact information അല്ലെ, അവരുടെ കോൺടാക്ട് ചെയ്ത ഇൻഫർമേഷൻസ് മാത്രമല്ല അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു മൊത്തത്തിൽ അദ്ദേഹത്തിന് വിശകലനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും അപ്പോയിന്റ്മെന്റ്സും പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം അതിനകത്തേക്ക് എൻറ്റർ ചെയ്യും. അതനുസരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെ, ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് സൊല്യൂഷൻ അപ്പൊ തന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സമഗ്രമായ ഒരു അവലോകനം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ആണ്, ഗുണങ്ങളാണ്. ഇതിലെ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കാം. കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് അപ്പോയിന്റ്മെന്റുകൾ അല്ലെ, അപ്പോയിന്റ്മെന്റ് വർക്കുകളെല്ലാം തന്നെ അവർക്ക് ഈ ഒരു ഇതുകളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടറെ കാണാനായിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ ലാബിലേക്കുള്ളതായിരിക്കും, ചിലപ്പോൾ സ്കാനിങ് കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ഡാറ്റകളെല്ലാം അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടാവും അല്ലെ, സമഗ്രമായിട്ടുള്ള വിശകലനം അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, ഫസ്റ്റ് ഗുണമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം അല്ലെ. A hospital or a private practice has many departments that must work in agreement to provide the best patient experience. Like, അപ്പൊ എല്ലാവരോടും അല്ലെ, എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് കാഴ്ചവെക്കാനായിട്ട്, നല്ലൊരു പേഷ്യന്റിന് നല്ല എക്സ്പീരിയൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മള് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെ, ഏത് രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണോ ഈ പേഷ്യന്റിന് കൊടുക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഓരോ പ്രൈവറ്റ് പാർട്ടീസും അതല്ലേ, അവര് അവിടെ മിക്സ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏത് ഇതാണെങ്കിലും അതിന്റെ ഒരു സേവനം അത് മസ്റ്റായിട്ട് ഇവർക്ക് സഹകരിച്ച് തന്നെ ഈ ഒരു പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അതായത് പേഷ്യന്റിനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഈ കൊടുക്കുന്ന സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ ആ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരോടും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഈ പേഷ്യന്റിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വേണം പറയുന്നത് CRM system can also collect and organize reports that will be beneficial is a healthcare organization. അതായത് ഈ ഒരു CRM സിസ്റ്റം വഴി എല്ലാ തരത്തിലുള്ള അല്ലെ നമ്മളുടെ റിപ്പോർട്ടുകളെല്ലാം അവർ സ്വീകരിക്കും.
ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചിട്ടാണ് അല്ലെ ഒരു കാര്യങ്ങളെല്ലാം ചോദിച്ചത്. ഇപ്പൊ പേഷ്യന്റ് റിസപ്ഷനിസ്റ്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് CRM വഴി അവരാവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പൊ ഈ റിപ്പോർട്ടുകൾ ദീസ് റിപ്പോർട്ട് ക്യാൻ ബി റിഗാർഡിംഗ് പേഷ്യൻസ് റിക്വസ്റ്റ് ഓർ കംപ്ലൈൻസ് ഓർ റെഫറൻസ് ഓർ ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്വിപ്മെന്റ് മാൽ ഫങ്ഷനേറ്റിംഗ്. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോൾ ഈ പേഷ്യൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് മാത്രമല്ല ചോദിക്കുന്നത് അല്ലെ, ചില റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റുകൾ അപേക്ഷകളായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കംപ്ലൈന്റുകളായിരിക്കാം, മറ്റേതെങ്കിലും റെഫറൻസുകൾ സമർപ്പിക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്വിപ്മെന്റ് മാൽഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്തെങ്കിലും അല്ലെ ആ എക്വിപ്മെന്റ്സിന്റെ തകരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മറുപടികളായിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ആ സോഫ്റ്റ്വെയറിന്റെ ബേസിലാണ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അവരിൽ എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. CRM സിസ്റ്റം ക്യാൻ ഓൾസോ കളക്ട് ആൻഡ് ഓർഗനൈസ് റിപ്പോർട്ട് അല്ലെ, അവർക്ക് കളക്ട് ചെയ്യാനും സാധിക്കും, സംഘടിപ്പിക്കാനും സാധിക്കും റിപ്പോർട്ടുകൾ. ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഈസ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ദീസ് റിപ്പോർട്ട്സ് ക്യാൻ ബി റിഗാർഡിംഗ് പേഷ്യൻസ് റിക്വസ്റ്റ് അല്ലെ, ഈ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ പേഷ്യൻസിന്റെ ആവശ്യങ്ങളായിരിക്കാം, എന്തിന്റെയൊക്കെ ആവശ്യമായിരിക്കും, ചിലപ്പോൾ കംപ്ലൈന്റുകളുടെ മറുപടികളായിരിക്കാം, അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന അല്ലെ നമ്മളിപ്പോ സ്കാനിംഗ് റിപ്പോർട്ടുകളെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് ചോദിച്ചറിയുന്നതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ആണ്. ചോദിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് കളക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, 3 പോയിന്റ് മനസ്സിലാക്കുക. ഒന്ന് എന്താണ് പറയുന്നത്, ഏത് തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സും ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് പറഞ്ഞ് ഒന്നിച്ച് നിന്ന് ഏത് ഡിപ്പാർട്ട്മെന്റിനെയും ഇവർക്ക് സേവനം കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ പറയുന്നത് ഇവര് പറയുന്ന അല്ലെ പേഷ്യൻസ് ആവശ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇവർക്ക് കളക്ട് ചെയ്ത് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്കറിയാം അല്ലെ, ഇപ്പോ ഡോക്ടേഴ്സ് അതായത് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നവര് വീണ്ടും അവരെന്തെങ്കിലും പ്രാക്ടീസ് അല്ലെ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരുമായിരിക്കും അല്ലെ. പൊതുവെ എങ്ങനെയല്ലേ, ഡോക്ടേഴ്സ് ഒരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ആണോ? ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് പിന്നീട് ഈവനിങ്ങില് ചിലപ്പോ ആണെങ്കിൽ അവര് വേറെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവും ഇല്ലേ? ഞാൻ മാത്രം അങ്ങനെയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഈ റിസപ്ഷനിസ്റ്റിന്റെ അല്ലെ റിസപ്ഷനിന്റെ മുമ്പിൽ CRM ചെയ്യുന്ന അനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ തീരുമാനിച്ചിട്ട് അതനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇനിയാണ് അവിടെ പറയുന്നത്. ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമേറ്റ് ദിയർ കലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർ. ഈ CRM കൊടുക്കുന്ന അതിന്റെ ബേസിൽ തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടികൾ അല്ലെ അവരുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സുമാർക്ക് മറ്റു ഡ്യൂട്ടികളും അവര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. അതായത് ബില്ലുകൾ അല്ലെ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ബിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്താണ് റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബില്ലുകളിലെല്ലാം ഇറവുകൾ അല്ലെ തെറ്റുകളൊന്നും വരാനായിട്ട് സാധ്യത ഉണ്ടാവാനായിട്ട് അത് കുറച്ച് കൊണ്ടുവരാൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്കറിയാം ഒരു അല്ലെ നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് അല്ലെ എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ആശയവിനിമയം ചെയ്യണമെന്ന് തോന്നിയാൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഇതുകളൊന്നും ഇല്ലാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്സ് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ് ആർ സെൻഡ് ടു എ പേഷ്യൻസ് ഇൻബോക്സ് ആഫ്റ്റർ ദേ ടേക്ക് ആക്ഷൻ ഇൻ സം വേ അല്ലെ. എന്ത് റിപ്പോർട്ടുകൾ എന്തെങ്കിലും അയക്കേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് SMS ഒക്കെ വഴി കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അല്ലെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. Then CRM software will allow you to segment your patient based on their health issues, location, age, gender. Okay, നമുക്കറിയാം നമ്മൾ സാധാരണയായിട്ട് റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അവർ സെപ്പറേറ്റ് അല്ലെ എന്തെങ്കിലും സെഗ്മെന്റ് നമ്മൾ വേർതിരിച്ച് കാണിക്കേണ്ടത് എന്തായിരുന്നു നമുക്കറിയാം. ചില സെൻസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ അല്ലെ ഏജ് ഓവർ ആയിട്ടുള്ള പേഴ്സൺസിന്റെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും വളരെ എന്തെങ്കിലും ഇൻഫന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ശിശുക്കളുടെ അല്ലെ അപ്പോയിന്റ്മെന്റ്സും ഡെത്തും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അവരെ സെപ്പറേറ്റ് ചെയ്ത് സെഗ്മെന്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് സ്വീകരിച്ച് കളക്ട് ചെയ്ത് തന്നെ
കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ സോഫ്റ്റ്വെയർ വഴി നമ്മൾ കളക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം ഏജും ജെൻഡറും ഒക്കെ സ്പെഷ്യലായിട്ട് തിരിച്ചിട്ടായിരിക്കും അവർ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോരുത്തരെയും നമുക്ക് വേർതിരിച്ച് കൈകാര്യം ചെയ്യേണ്ട ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then it also connected front office and the back office functions. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസിന്റെ ബേസിലാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനം അല്ലെ. അതിന്റെ ബാക്ക് ഓഫീസ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തേക്കും ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഏത് ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തില് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഈ വ്യക്തിക്ക് ആവശ്യം വരുന്നത് അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്താണോ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആണ്. അപ്പൊ അത് അവിടെ തുടങ്ങി അല്ലെ എല്ലാ ഭാഗത്തേക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് എന്താണ് CRM സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത്. ജസ്റ്റ് നോക്കാം, വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Save time and resources. Okay, ഇതിൽ പറയുന്നത് each doctor and nurse at your hospital or private practice can automate their calendars with CRM software. അതായത് CRM സോഫ്റ്റ്വെയർ നമുക്കറിയാലോ എത്ര പേഷ്യൻസ് ആണ് ഇന്ന ഡോക്ടറിനുള്ളത്. അപ്പൊ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം ചില നേഴ്സും അതിൽ ഈച്ച് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും അവർ പ്രൈവറ്റ് പാർട്ടീസിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സേവനങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു കഴിയുമ്പോൾ എത്രയും പേഷ്യൻസിനെ അവർ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടികൾക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ സമയം അതേമാതിരി തന്നെ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവശേഷി, അദ്ദേഹത്തിന്റെ ഹ്യൂമൻ വിഭവശേഷി അവർക്ക് മറ്റു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് CRM-ല് ഇപ്പൊ ഒത്തിരി പേഷ്യൻസ് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ അല്ലെ വേറെ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ പ്രൈവറ്റ് ആയിട്ട് അവർക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അത് അപ്പോയിന്റ്മെന്റ്സ് കുറവുള്ള ദിവസമാണെങ്കിൽ അവർക്ക് മറ്റു ഡ്യൂട്ടികളിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വേറായോ? ണോ പിന്നെ മറ്റെന്തെങ്കിലും? ഡോക്ടർ ഓക്കെ, അതിലൊരു സാമ്പിള് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം അതിലെങ്ങനെയൊക്കെയാണ് സാധാരണ CRM സോഫ്റ്റ്വെയർ വഴി കളക്ട് ചെയ്യുന്നത്. പേര്, ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. then ഇതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിലാണോ ഫിമെയിലാണോ ഇതിന്റെ ആ ഒരു പ്രത്യേകമായിട്ട് ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വീണ്ടും ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഏത് ഡോക്ടേഴ്സിനാണ് നമുക്ക് ഇവിടെ ഒരു ആരൊക്കെ കണ്ടില്ലേ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇതുകളെല്ലാം അല്ലെ നമുക്കറിയാം ഡോക്ടേഴ്സിനൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിരിക്കും. ന്യൂട്രീഷൻ കൗൺസിലർ ആണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ കാർഡിയോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ അങ്ങനെ ഏത് വിങ് ആണോ അതനുസരിച്ചിട്ട് നെഫ്രോ ആണോ കാർഡിയോ ആണോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വരും. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് റിസപ്ഷനിസ്റ്റിനെ അത് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും അപ്പോയിന്റ്മെന്റ്സിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അതിലും ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് കോളംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അല്ലെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഏത് ടൈപ്പ് ഓഫ് സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സർവീസ് അല്ലെ ഏത് തരത്തിലുള്ള സർവീസ് ആണ് അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം സേവ് ചെയ്തതിനു ശേഷം ലോഗ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് CRM സോഫ്റ്റ്വെയറിന്റെ രണ്ട് കാര്യങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെതായ റൂൾസ് അല്ലെ അതിന്റെ ആ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടായിരിക്കും അവര് ഇത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? റിസപ്ഷനിസ്റ്റിന്റെ മുന്നിൽ ഒരു പേഷ്യന്റ് ആയ കസ്റ്റമർ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഡീറ്റെയിൽസിന്റെ കുറച്ച് ഇതുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് ആണ്. നോക്കാം. ഓക്കെ, സുപ്രധാനമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാലോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞില്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താണ് ആദ്യം തന്നെ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ പ്രോബ്ലം എന്താണ്, ആവശ്യം എന്താണെന്ന് ആദ്യം തന്നെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അതാണ് അല്ലെ. വന്നിരിക്കുന്ന റിസപ്ഷനിസ്റ്റിന്റെ മുന്നിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ ആദ്യത്തെ ആവശ്യം എന്താണ്? ചിലപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാനാണോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനാണോ, എന്താണ് പ്രശ്നം, അത് ആദ്യം തന്നെ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. Then second, recognize the most common reasons for a customer complaints. പ്രധാനമായിട്ടും പരാതികൾ ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണങ്ങൾ അല്ലെ, സാധാരണമായിട്ടുള്ള റീസൺസ് അതുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അത് മറുപടികൾ കൊടുക്കേണ്ടതുണ്ട്. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമറിന്റെ കംപ്ലൈൻസിന് മോസ്റ്റ് ആയിട്ടുള്ള റീസൺ അല്ലെ, ഓരോരുത്തർക്കും പരാതികൾ ഏറ്റവും സാധാരണ കാര്യങ്ങളായിട്ട് കണ്ടെത്തി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. Then discover techniques to cultivate and maintain special customer relationship. എപ്പോഴും എന്താണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക അല്ലെ. ഉപഭോക്തൃ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യകൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. നമ്മൾ ആ ഒരു കസ്റ്റമറിനെ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ ഉപഭോക്താക്കൾ, അതായത് വന്നിരിക്കുന്ന ആ പേഷ്യന്റിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്സുകൾ അവലോകനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കറിയാം, ചിലപ്പോ ഒരു റിസപ്ഷനിസ്റ്റിന്റെ പല കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. ചിലപ്പോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതിന് മറുപടിയൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ഇവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ ചിലപ്പോഴെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ആംഗ്യ ഭാഷകൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം അല്ല, ഒരു നല്ലൊരു ടെക്നിക്ക് ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓക്കെ വെൽക്കം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് ഒഴുകുക അല്ലെ. ഒരു വിഷസ് ആദ്യം തന്നെ കാഴ്ച വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റു ഡ്യൂട്ടിയിലേക്ക് പോകാം. പക്ഷെ ഇവരെ മൈൻഡ് ചെയ്യണം അല്ലെ, അത് ചെയ്യേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് two-way communication skills level with the people to accept feedback from them and to discuss problems. അതായത് എപ്പോഴും നമ്മൾ അല്ലെ two-way communication കാഴ്ചവെക്കേണ്ടതുണ്ട് അല്ലെ. CRM കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകതയുണ്ട്. അതിലൂടെ എന്താണ് അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ അറിയുക. അതേപോലെ തന്നെ പ്രോബ്ലംസുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വന്നു പോയ പേഷ്യന്റ് ഒക്കെ ആണെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു അല്ലെ, എന്തൊക്കെ മെഡിസിൻസിന് കുറവുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ടൈം കൊണ്ട് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് വെക്കേണ്ടതുണ്ട്. Then identify specific problem in your customer service program and apply treatment. അതായത് എന്തെങ്കിലും അല്ലെ ഉപഭോക്തൃ സേവനത്തിന്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ സർവീസിന്റെ ഭാഗമെന്ന നിലയിൽ ഒരു പ്രാവശ്യം അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അല്ലെ പ്രോബ്ലംസ് നമുക്ക്, പക്ഷെ കസ്റ്റമറിനെ വിട്ടുകളയാൻ പാടില്ല അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു കസ്റ്റമറെ വിട്ടുപോകുക എന്ന് പറയുന്നത് നഷ്ടം തന്നെയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ സർവീസുകളെല്ലാം എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെയുള്ള ചികിത്സാ കാര്യങ്ങൾ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്ന ഫ്രണ്ട് ഓഫീസിന്റെ. അതായത് കസ്റ്റമറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് മുന്നില് പല കാര്യങ്ങളും അല്ലെ, ചില മേഖലകളൊക്കെ കളിക്കേണ്ടതായിട്ട് വരും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ചില ടെക്നിക്കുകൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ടാവും. കസ്റ്റമർ സർവീസിന്റെ ഭാഗം എന്ന പോലെ തന്നെ ചില ട്രീറ്റ്മെന്റിലെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ടാവും. പ്രധാനമായിട്ടും അവരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് ഐഡന്റിഫൈ ചെയ്ത്
പരിശോധിച്ച് വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീട് കൂടുന്നുണ്ടോ? ക്ലിയർ ആയിട്ടല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാട്ടോ. ഞാൻ ചെറിയൊരു ഗ്യാപ്പ് തന്നത് നിങ്ങളൊന്ന് ക്യാച്ച് ചെയ്ത് പോവാനായിട്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് അടുത്തത് അല്ലെ, ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടു, സുപ്രധാനമായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് കണ്ടു. കാരണം ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാധാരണ രീതിയിൽ ഫ്രണ്ട് ഓഫീസിൽ അല്ലെ ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? രജിസ്ട്രേഷൻ. സാധാരണ രീതിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ രജിസ്ട്രേഷൻ ആണ് നടക്കുക. The patient or a guest coming for a treatment or a willing to show a consultant. അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ നമുക്കറിയാലേ, നമ്മള് വയ്യായിക വരുമ്പോൾ മാത്രമല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്. ചിലരെല്ലാം അല്ലെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക അല്ലെ, നമ്മുടെ സംരക്ഷണാർത്ഥം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ ചില ചികിത്സാ കാര്യങ്ങൾക്ക് പോകും. നമുക്കറിയാം ചില ആയുർവേദ ഹോസ്പിറ്റലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം വിദേശങ്ങളിൽ നിന്ന് വരെ വന്ന അവര് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അവരൊക്കെ ഗസ്റ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേഷ്യൻസിനേക്കാൾ ഉപരി അവിടുത്തെ ഗസ്റ്റുകളാണ് അല്ലെ, അതിഥികളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുള്ള അവര് ഹെൽത്ത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ, സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരും. അപ്പൊ അവരെ രജിസ്ട്രേഷൻ അത് മസ്റ്റായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് മസ്റ്റായിട്ട് നിർവഹിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. The patient or a guest coming for a treatment. പക്ഷേ ട്രീറ്റ്മെന്റിനായിരിക്കാം. or willing to show a consultant അല്ലെ, എന്തെങ്കിലും അല്ലെ പറഞ്ഞ ഒരു കൂടിയാലോചനയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കൺസൾട്ടന്റിന്റെ രൂപത്തിൽ അല്ലെ ഗസ്റ്റുകള് പേഷ്യൻസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെയൊക്കെ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ നടപടി. രജിസ്റ്ററിംഗ് ഗസ്റ്റില് അത് പറയുന്നത് the hospital needs to keep a complete register of a guest essential for other departments as well. അതായത് ആ ഹോസ്പിറ്റലിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ രജിസ്റ്ററിൽ അല്ലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെ മേടിച്ച് വെക്കേണ്ടതുണ്ട്. അതായത് എൻട്രി ചെയ്യേണ്ടതുണ്ട്. The hospital needs to keep a complete register of a guest essential for other department as well. മറ്റു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഓരോ ഹോസ്പിറ്റലിന്റെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവർക്കും കൂടിയും ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളെല്ലാം അല്ലെ എൻക്വയറി തലത്തിൽ തന്നെ സ്വീകരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ റിസപ്ഷനിസ്റ്റ് രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അതിൽ വരുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഡയഗ്നോസ്റ്റിക്, അതേഴ്സ്. അതായത് മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവര് വെറുതെ എന്താണ് പേരും ഏജും അത് മാത്രമല്ല അവർ ചോദിച്ചറിയേണ്ടത്. എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ റെക്കോർഡ്സുകളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബില്ല് അല്ലെ ബില്ലിങ്ങും കാര്യമായിട്ട് നമുക്കറിയാം. എന്തെങ്കിലും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ വാർഡ് ഡയഗ്നോസ്റ്റിക്, ഏതെങ്കിലും വാർഡാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂമാണോ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേഴ്സ് മറ്റേതെങ്കിലും ഡീറ്റെയിൽസുകളെല്ലാം തന്നെ രജിസ്റ്റർ ഗസ്റ്റില് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് മറ്റു ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് തലം അല്ലെ ആദ്യമായ തലത്തിലുള്ള ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിനൊപ്പം നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ആണെങ്കിലും അവർക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ ആ ഹിസ്റ്ററി കൂടി ബേസ് ചെയ്തിട്ടാണ് ആ ഡോക്ടർ ചികിത്സ തുടരുന്നത് അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യങ്ങൾ.
ബില്ലിങ് നമുക്കറിയാം അക്കൗണ്ട് സെക്ഷനിലായിരിക്കും ബില്ലിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ ഇൻഷുറൻസ് എന്നുള്ള കാര്യമുണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും ആ ബില്ലിങ്ങും കാര്യങ്ങളും അക്കൗണ്ട് സെക്ഷനിൽ നടക്കുന്നത്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ഗസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വീണ്ടും പറയുന്നു ഡാറ്റ നീഡ്സ് ഫോർ രജിസ്ട്രേഷൻ പേഴ്സണൽ ഡാറ്റ any information relating to an identified or identifiable natural person, example name, address, phone numbers. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജസ്റ്റ് ആയിട്ട് പുറത്തു നിന്നൊക്കെ ജനങ്ങള് നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ ഐഡന്റിറ്റി കൂടി നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട നെയിമും അഡ്രസ്സും ഒക്കെ ഉള്ള നമുക്കറിയാം തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി തന്നെ അല്ലെ, പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, അത്രയുമാണ് രജിസ്ട്രേഷൻ എന്ന ഒരു ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്തായാലും ലാസ്റ്റ് ഞാൻ ഈ ഒരു ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയം തരാം, അവിടെ എന്തെങ്കിലും അറിയിച്ചു ചോദിക്കാം. ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. ഇതിപ്പോ നമ്മൾ അവരിൽ നിന്ന് അല്ലെ, കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ഗസ്റ്റിൽ നിന്നെല്ലാം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു. ഈ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിന് വന്നിരിക്കുന്ന ഗസ്റ്റിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ട്. താരിഫ് എന്ന് പറയുന്നത് ടാക്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെ, നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. പിന്നെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതായത് നമുക്കറിയാം അല്ലെ, ഗവൺമെന്റ് കുറച്ച് ഇത്രയും പ്രായമായവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇതുകളെല്ലാം ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ, വയോരക്ഷാ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ പദ്ധതികളൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള അതർ പാക്കേജസ്, ഇതേമാതിരിയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള പാക്കേജസുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആരെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഗസ്റ്റിന് വെളിപ്പെടുത്തി കൊടുക്കുക. ദെൻ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്, അതായത് ഹോസ്പിറ്റലിന്റെ ലബോറട്ടറിയെ കുറിച്ചിട്ട് അല്ലെ, നമ്മൾ ഇത്ര സമയത്ത് അത് കൊണ്ടേ കൊടുക്കണം, ഇന്ന സമയത്തൊക്കെയാണ് ഇതിന്റെ കളക്ഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിന്റെ സമയം കഴിയുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് വരിക, ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്ത് തരാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം അല്ലെ അറിയാവുന്ന അല്ലെ, ഫസ്റ്റ് ബേസിക്കലി ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കാം. ആ ഒരു ഗസ്റ്റിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് പകർന്നു കൊടുക്കുക. ദെൻ എമർജൻസി ഇൻപേഷ്യന്റ്, എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത് ആരെ റിപ്പോർട്ട് ചെയ്യണം, കാഷ്വാലിറ്റിയിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും അല്ലെ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അഡ്മിഷന് വരുമ്പോൾ അവരിൽ നിന്ന് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് മാത്രമല്ല കുറച്ച് പാക്കേജസും അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അല്ലെ, നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ക്യാഷ് കളക്ഷൻ ആണ്. ക്യാഷ് കളക്ഷൻ സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് the registered amount to be collected from the guest and should be deposited to the cash at the end of the day or before closing the counter handover to another person. അതായത് നമുക്കറിയാം ക്യാഷ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, സാധാരണ രീതിയിൽ ഈ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത ഫണ്ട് അല്ലെ നമ്മൾ മേടിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത്. അത് തീർച്ചയായിട്ടും അത് അഡ്വാൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അത് റൈറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മേടിക്കേണ്ടതുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുമുണ്ട്. കാരണം നമ്മൾ എന്താണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓർ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ അല്ലെ, ഒന്നല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനം ആ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിയുമ്പോൾ, അതല്ലെങ്കിൽ എന്താണ് ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ, മറ്റൊരു പേഴ്സൺ വരുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഈ ഒരു ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് അവരിൽ നിന്ന് മേടിക്കുക,
അത് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് ഡെപ്പോസിറ്റ് ചെയ്ത വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ അറിയിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് ഇൻഫോർമേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇതിൽ ഒരു ഫസ്റ്റ് ലൈൻ പറയുന്നുണ്ട്, അതായത് റിട്ട്നസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ എന്നത് ഒരു ദുർബല വ്യക്തിയുടെ സമഫലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റാസ് ഈ പേഷ്യൻസിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഫ്രണ്ട് ഓഫീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു വരുന്ന വ്യക്തികളെല്ലാം ഗസ്റ്റിനെ പോലുള്ള വ്യക്തികളായിരിക്കണമെന്നില്ല എപ്പോഴും വരുന്നത്. മിക്കപ്പോഴും എന്താണ് അൺവെൽ ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും അല്ലെ, അൺവെൽ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരിക. അപ്പൊ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം അല്ലെ ആദ്യം തന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇൻഫോർമേഷൻസ് അവർക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഗാദർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഈ ഇൻഫോർമേഷൻസ്. അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടാണ് എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. പരിശുദ്ധ ഒരു ദുർബല വ്യക്തിയുടെ ശ്രമഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ അതിയായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അതിന്റെ ആ റിട്ടേൺ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പോയിന്റ്സ് പറയുന്നു. വി കോൺസെൻട്രേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്. അതായത് എപ്പോഴും ഒരു അല്ലെ കോൺസെൻട്രേഷൻ, അവരെ ശ്രദ്ധയോട് കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഒരു നല്ല ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ വിനയത്തോടു കൂടിയിട്ട് അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. പ്രാക്ടീസ് സേ പ്ലീസ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെ, നമുക്ക് ക്ലിയർ ആവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അൺവെൽ ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇമോഷണൽ ആയിട്ട്, ചിലപ്പോൾ ക്യൂരിയസ് ആയിട്ട്, എന്തെങ്കിലും ആകാംക്ഷഭരിതരായിട്ട്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ആയിരിക്കും പേഷ്യൻസുകൾ വരുന്നത്. അപ്പൊ അവരെല്ലാം നമ്മൾ ചിലപ്പോഴേക്കും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ പ്ലീസ് ഒക്കെ പറഞ്ഞിട്ട് അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. Then explain, do it patiently. എന്ന് വെച്ചാൽ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. Then accommodate the other viewpoints. അല്ലെ, ഇതിന്റെ ആ ഒരു viewpoints, ഇതിന്റെ കാഴ്ചപ്പാടുകളെല്ലാം അത് എങ്ങനെയാണ് വാസ്തവമർപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താവുന്നതെല്ലാം കാഴ്ചപ്പാടോടുകൂടി ഈ രീതിയിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് മനസ്സിലാക്കി കൊടുക്കുക. Then allow criticisms, അതായത് വിമർശനങ്ങൾക്കും അനുവദിക്കുക. കാരണം നമ്മള് റിസപ്ഷൻസിൽ ഇരിക്കുന്നവർ അത്രയും ക്ഷമയോടും ദയോടും എളിമയോടും കൂടി നിന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് പേഷ്യൻസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തുകൊണ്ട് അവരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി തൃപ്തിയോടുകൂടി അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റിസപ്ഷൻസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗിൽ വരുന്നത്. അത്രയും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റാസുകളെല്ലാം എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കപ്പാസിറ്റികളെല്ലാം ഇവർക്ക് ഉണ്ടായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. എന്താണ് ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തണമെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ബിഹേവിയർ അവരോടൊപ്പം പെരുമാറ്റ രീതികളും ഈ ഒരു റിസപ്ഷനോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. ലാസ്റ്റ് വൺ റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ട് മേക്കിംഗിൽ എന്താ പറയുന്നത്, സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ എന്താ ചെയ്യുന്നത്, അഡ്മിഷനും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഇവര് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എന്തെങ്കിലും റിപ്പോർട്ടുകൾ സെൻസസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രം എന്തെങ്കിലും രോഗത്തിന്റെ രോഗവ്യാപനം അല്ലെ, നമ്മുടെ പ്രിവിയാലൻസ് അല്ലെങ്കിൽ എന്താണ് ഡെത്ത് റേറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് നമുക്ക് കോവിഡ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം എന്തെങ്കിലും ഇപ്പൊ ഈ അഡ്മിഷൻ വന്നിരിക്കുന്ന രോഗികൾ എത്രയും അല്ലെങ്കിൽ ഇത്രയും അഡ്മിഷൻ വന്നിട്ട് രോഗനിർണയം നടത്തിയിരിക്കുന്നത്, അവരുടെ രോഗവ്യാപനം അല്ലെ, പ്രിവാലൻസ് റേറ്റ് എത്രയാണ്, ആ രോഗവ്യാപന റേറ്റ് എത്രയാണ്, അതിന്റെയൊക്കെ ഒരു സെൻസസ്. ഇൻ കേസ് കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ശിശുമരണ നിരക്ക് എത്രയാണ് ഈ ടൈമിനുള്ളിൽ, ഈ പീരീഡിനുള്ളിൽ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സെൻസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുമായിപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാക്കേണ്ടതും ഈ റിസപ്ഷനിസ്റ്റിന്റെ ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് 2 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വായിച്ചു നോക്കിയിട്ട് പറയാം.
ഫോർത്ത് പോയിന്റ്. ഓക്കെ, പറയാം. ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡിൽ. അതായത് ഇതില് പ്രധാനമായിട്ടും വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അല്ലെ റിസപ്ഷനിസ്റ്റിന് അത് പേഷ്യന്റിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചറിയാനായിട്ട് ഒരു കപ്പാസിറ്റി വേണം. അതാണ് റെഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതായത് അവരുടെ ശക്തി കൊണ്ട്, അവരുടെ പരിശുദ്ധ എന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് പരിശുദ്ധ ഒരു ദുർബല വ്യക്തിയുടെ സമഫലമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഹെഡ്ലൈന്റെ മീനിങ്. പരിശുദ്ധ ഒരു ദുർബല വ്യക്തിയുടെ സമഫലമാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ കഴിവ് കൊണ്ടാണ് ഈ ഒരു വരുന്ന അൺവെൽ ആയിട്ടുള്ള പേഴ്സൺസിന്റെ കയ്യിൽ നിന്ന് മതിയായ ഇൻഫോർമേഷൻസ് എല്ലാം സ്വീകരിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ശ്രമം വേണമെങ്കിൽ ഇവർക്ക് അത്യാവശ്യം കുറെ കഴിവുകൾ അല്ലെ, അവരുടെ പെരുമാറ്റ രീതിയിലെല്ലാം കുറെ വ്യത്യാസം അല്ലെ, കഴിവുകൾ അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഫസ്റ്റ് വൺ പോയിന്റ് ആയിട്ട് പറയുന്നത് വി കോൺസെൻട്രേറ്റ് ഫ്രണ്ടലി ആൻഡ് കർഡിയസ്. അതായത് പേഷ്യന്റിനോട് നല്ല അല്ലെ കോൺസെൻട്രേറ്റ്, അവർ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ അവരോട് എങ്ങനെയാ ഫ്രണ്ട്ലി അല്ലെ, കൂട്ടുകാരനോട് പോലെ പെരുമാറണം. ദെൻ വീണ്ടും പറയുന്നു കർഡിയസ് എന്ന് വെച്ചാൽ മര്യാദ രീതിയോട് കൂടിയിട്ട് അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കണം. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്തായി പറഞ്ഞോളാം വേദനകളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അവർക്ക് ഭയങ്കര ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ചോദിക്കുന്നല്ലേ, റിസപ്ഷനിസ്റ്റ് ചോദിച്ചറിയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കും അവർ കേൾക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളും എന്താണ് വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് വ്യക്തമായിട്ടല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. ഫ്രണ്ട്ലി ആയിട്ട് ഒരു അല്ലെ ഫ്രണ്ടിന്റെ നിലയിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കണം. വിനയത്തോട് കൂടിയിട്ടും മര്യാദയോട് കൂടിയിട്ട്, അതാണ് കർട്ടിയസ് എന്ന് പറയുന്നത്, മര്യാദയോട് കൂടിയിട്ടൊക്കെ പെരുമാറാനായിട്ട് ശ്രമിക്കാം. ദെൻ പ്രാക്ടീസ് കർട്ടസി പ്ലീസ് എന്ന് വെച്ചാൽ വിനയത്തോട് കൂടിയിട്ടുള്ള ഒരു ഭാഷയാണ് എന്ത് പ്ലീസ് അല്ലെ, പ്ലീസ് വൺ സ്മോൾ സ്പീക്കർ. നമ്മളെപ്പോഴും പറയില്ലേ, ഒന്നുകൂടി നിങ്ങളൊന്ന് പറയോ. ഇപ്പൊ ഗസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഭാഷ ചിലപ്പോൾ ഒരു പക്ഷെ കിട്ടിയെന്നില്ല വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അല്ലേ അവരോട് പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യാതെ ഒന്നുകൂടി ഭയങ്കര ദേഷ്യപ്പെടാതെയൊക്കെ വളരെ മര്യാദയോട് കൂടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വേദനയൊക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരോടൊക്കെ പ്ലീസ് എന്ന ഒരു വേർഡൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ഡു ഇറ്റ് പേഷ്യന്റിലെ നമ്മൾ കൊടുക്കുക. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചറിയുമ്പോൾ അതിന്റെ മറുപടികൾ അത് നല്ല ക്ഷമയോട് കൂടി പറഞ്ഞു കൊടുക്കുക അല്ലെ. അത് നിങ്ങൾക്കിപ്പോ ഡോക്ടറെ കാണാനായിട്ട് സൗകര്യമില്ല എങ്കിൽ അത് ക്ഷമയോട് കൂടി പറഞ്ഞു കൊടുക്കുക. ഈ സമയം ഡോക്ടർ ഇപ്പോ റൗണ്ട്സിന് പോയിരിക്കുന്ന ടൈമാണ്, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഇന്ന ടൈമിനാണ്. അത് ക്ഷമയോട് കൂടി, ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്ന ആ ടൈം ആയിരിക്കാം, പക്ഷെ ക്ഷമയോട് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് രേഖപ്പെടുത്തട്ടെ, എന്തായാലും അല്ലെ ഒരു ഇത്ര സമയത്തിന് ശേഷമാണ് വരാനായിട്ട് സാധ്യതയുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി കൊടുക്കാം. ദെൻ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. അതായത് ഇവർക്ക് എന്തെങ്കിലും അല്ലെ മറ്റെന്തെങ്കിലും ഉൾപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ, മറ്റുള്ള കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ആണെങ്കിൽ ഈ പേഷ്യൻസിന് കുറച്ചും കൂടി കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് അറിവ് കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയിലെയോ റേഡിയേഷനും കാര്യങ്ങളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്കറിയാം വ്യത്യസ്തതയുള്ള പേഷ്യൻസ് ആണ് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉൾക്കൊള്ളിച്ച് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, മറ്റു കാഴ്ചപ്പാടുകളെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും കൃത്യതയോട് കൂടി കൊടുക്കുക. നോട്ട് സിർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് വിമർശനങ്ങൾ അല്ലെ. അലൗ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അല്ലെ. ഒരു റിസപ്ഷനിസ്റ്റിന്റെ മുമ്പ് ചിലപ്പോൾ പല കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അതിന് മുന്നിലായിരിക്കും ചിലപ്പോൾ ഇവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ചിലപ്പോൾ അതിന്റെ ഇടയിൽ ഇന്ന് പറയുമ്പോഴുണ്ടെങ്കിൽ അതിനൊക്കെ അനുവദിക്കുക. അവർ പറയുന്നത് ഓക്കെ, അവർ പറയുന്നത് ശരിയാണെന്നുള്ള മൈൻഡിൽ തന്നെ ഓക്കെ ശരിയാണ്, നിങ്ങൾ കുറച്ച് സമയം വന്നിട്ട് എങ്കിലും ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ, ആ ഒരു മര്യാദ കാണിച്ചിട്ട് തന്നെ ആ ഒരു ഫോൺ കോളിന് മറുപടി കൊടുത്തിട്ട് അവരുടെ കാര്യം കേൾക്കാം. കാരണം നമ്മൾ അതിലേക്ക് വിനയത്തോട് കൂടിയിട്ട് ആ ഒരു രീതിയിൽ വിമർശനങ്ങൾ പറയാനുള്ള അനുമതിയും കൂടി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? റിപ്പോർട്ട് മേക്കിംഗ്
ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു ചെറിയൊരു ഇതുള്ളത് അതെടുക്കാൻ സമയം ഉണ്ടോ? അതായത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് അതിൽ പറയുന്ന ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1% ആൾക്കാരെങ്കിലും മരിച്ചിട്ട് അല്ലെ മരണം സംഭവിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാം. ദെൻ 3% മൂവ് അവേ അല്ലെ ചിലപ്പോഴേക്ക് എന്താണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിന്റെ സൗകര്യമൊന്നും ഇല്ലാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അവർ പോകുന്നതായിരിക്കാം. Then 5% ഡെവലപ്പ് ആത്ത റിലേഷൻഷിപ്പ്, ചിലപ്പോൾ 5% പേര് മറ്റു റിലേഷൻഷിപ്പ് അല്ലെ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷെ മറ്റു റിലേഷൻഷിപ്പ് മറ്റൊരു ബന്ധത്തിന്റെ വെളിച്ചത്തിൽ മറ്റൊരു ഹോസ്പിറ്റൽ അതാണ് നല്ലതെന്നുള്ളത് എന്റെ മനസ്സിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാം. നമുക്കറിയാം ചിലപ്പോൾ മാരേജിന് മുമ്പൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ ഒന്നും ആയിരിക്കില്ല പിന്നീട് മാരേജിന് ശേഷമൊക്കെ വരുന്നത്. കാരണം അത് ആ റിലേഷൻഷിപ്പ് വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ വിട്ടു പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. 9% ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, നമുക്കറിയാം ഈ ഹോസ്പിറ്റലിനേക്കാളും നല്ല സൗകര്യങ്ങൾ കൂടുതൽ അവിടെയുണ്ട്. അതിന് ഇത്രയും കൂടി ഫിനാൻഷ്യലി ഇത്രയും കൂടി കുറവാണ്, ഫിനാൻസ് ഒക്കെ നല്ല ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെയുള്ള ഒരു കോമ്പറ്റീഷന്റെ മൈൻഡിൽ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം. Then 14% are dissatisfied with the product or service. അതായത് ഹോസ്പിറ്റലിലെ ആ സർവീസുകൾ അത് നല്ല സാറ്റിസ്ഫൈഡ് അല്ലാതെ തൃപ്തികരമല്ലാത്തതിന്റെ ബേസിൽ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം. Then 68% leave because of rude or discourteous services. അതായത് 68% വിട്ടു പോകുന്നത് അവിടുത്തെ എന്താണ് അല്ലെ മര്യാദയില്ലാത്ത സേവനം കൊണ്ടാണ് എന്ന് പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് നമുക്കറിയാം അല്ലെ നല്ലൊരു സേവനം അവിടെ ട്രീറ്റ്മെന്റ് തന്നെയാണ് എല്ലായിടത്തും കൊടുക്കുന്നതെങ്കിൽ ഇത്തിരി ക്ഷമയോടും ദയോടും വിനയത്തോടൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അല്ലെ നമ്മൾ എന്താ പറയുക നഴ്സുമാരൊക്കെ ആണെങ്കിലും ഭയങ്കര റഫായിട്ട് പെരുമാറുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ആരും അധികം തയ്യാറാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു 68% പേര് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് അവിടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്ന ഒരു മര്യാദയില്ലാത്ത പരുഷ്യമായിട്ടുള്ള ഭൂതി എന്ന് പറയുന്നത് പരുഷ്യമായിട്ടുള്ള പെരുമാറ്റ രീതി കൊണ്ട് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു ചെറിയ ഒരു പെർസെന്റേജുകൾ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാവുന്ന സാധ്യതകളെ കുറിച്ച്. വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ അതാണ് ഇടയ്ക്ക് ചോദിക്കുന്നത് സ്പീഡ് ഉണ്ടോ എന്നുള്ളത്. ചിലർക്ക് ഫീൽ ചെയ്യാറില്ല, ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ സ്പീഡ് കുറച്ച് തന്നെ പോകാം. അത് ഏത് ഭാഗത്താണ് സ്പീഡ് തോന്നിയതെന്ന് പറയാമോ? ആ ഭാഗം ഞാൻ വേണമെങ്കിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് തരുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, അത് ഏത് ഭാഗമാണെന്ന് പറയാമോ? ഞാൻ സമ്മതിക്കുന്നു. ഏത് ഭാഗമാണ് ഞാൻ അങ്ങനെ സ്പീഡ് കൂട്ടി പോയ ഭാഗം എന്നത് പറയാമോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്പീഡ് കുറച്ചിരിക്കാം. കാരണം ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്കൊന്ന് ഇച്ചിരി കൂടി കുറച്ച് കൊടുക്കാം. കാരണം ഈ 2 ക്ലാസ്സിനുള്ളിൽ തീർക്കേണ്ട ഒരു ഇതും കൂടി വന്നപ്പോഴാണ് ഞാൻ സ്പീഡ് ഇട്ട് നോക്കിയത്. കാരണം ആദ്യത്തെ ക്ലാസ് ഇത്തിരി സ്ലോവിലാണ് പോയത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
നമുക്ക് പതിയെ പോകാം, കാരണം നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. എന്തായാലും പതിയെ പതിയെ തന്നെ പോകാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you.